പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി കാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. തിരുവചനത്തിൽ നിന്ന് കേൾക്കുന്ന ഈ ചെറിയ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും ആശ്വാസവുമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയെന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രിക്കാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. പലപ്പോഴും സമാധാനം നഷ്ടപ്പെട്ട് പരാജയങ്ങൾ അനുഭവിക്കുമ്പോൾ, സ്വസ്ഥത നഷ്ടപ്പെട്ട് പ്രതികൂല സാഹചര്യങ്ങൾ അനുഭവിക്കുമ്പോൾ സർവശക്തനായ ദൈവം വ്യക്തമായി നമ്മോട് അറിയിക്കുന്ന സമാധാനത്തിൻ്റെ ദൈവം നമ്മെ ആശ്വസിപ്പിക്കുവാനിടയായിത്തീരും. സമാധാനം നൽകിത്തരുവാൻ കഴിവുള്ളൊരു സർവശക്തനായ ദൈവം നമ്മോടൊപ്പം ഉള്ളപ്പോൾ നാം പിന്നെ പലവിധമാകുന്ന വ്യാകുല ചിന്തകളാൽ ഭാരം അനുഭവിക്കേണ്ടി വരില്ല എന്ന് ദൈവാത്മാവ് നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. അതിനാധാരമായിട്ട് ഞാനൊരു വാക്യം വായിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യം. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കുവിൻ, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. സമാധാനത്തിൻ്റെ ദൈവം നമ്മോട് കൂടെ ഇരിക്കണമെങ്കിൽ അവിടെ ആ വാക്യത്തിൽ പറയുന്നു, എന്നോട് പഠിച്ച് ഗ്രഹിച്ച് കേട്ട് കണ്ടുമുള്ളത് പ്രവർത്തിക്കുവിൻ. ഇത് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ താൻ അവിടെ സുഖസൗകര്യങ്ങൾ, സന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു എന്ന് നമുക്കവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവും. പൗലോസിനെ സംബന്ധിച്ച് കാരാഗ്രഹത്തിനകത്തളത്തിൽ ഒതുങ്ങപ്പെട്ടപ്പോൾ AD 60-62 കാലഘട്ടങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് തടവറയിൽ, റോമിലെ തടവറയിൽ അകപ്പെട്ടിരിക്കുമ്പോഴാണ് ഫിലിപ്പിയർക്ക് ഈ ലേഖനം എഴുതുന്നത്. നാം ഈ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുവാനിടയായിത്തീരും. അത്രയും പ്രതികൂലമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ കടന്നു വന്നിട്ടില്ല. പൗലോസിനെ സംബന്ധിച്ച് പറയുവാനുള്ളത്, താന് റോമിൽ തടവിലായിരിക്കുമ്പോൾ 60-62 കാലഘട്ടങ്ങളിൽ, AD കാലഘട്ടങ്ങളിൽ റോമിൽ തടവിലായിരിക്കുമ്പോൾ, പ്രതികൂലം അനുഭവിക്കുമ്പോൾ, നിരാശകൾ അനുഭവിക്കുമ്പോൾ, വേദനകൾ അനുഭവിക്കുമ്പോൾ ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, ആമേൻ, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ നാം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിസാരമായിരിക്കുന്ന ചില പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ഭാരപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ടു, എൻ്റെ സമാധാനം കളഞ്ഞു, എനിക്ക് സമാധാനം ഇല്ല എന്നൊക്കെ പറഞ്ഞ് നാം വ്യാകുലപ്പെടുമ്പോൾ പ്രതികൂലത്തിൻ്റെ അകത്തളത്തിൽ കിടക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുക, സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആമേൻ. അവിടെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, അദ്ദേഹം സന്തോഷിക്കുവാനും ഉത്കണ്ഠപ്പെടാതെ പ്രാർത്ഥിക്കുവാനും നല്ലതും വിശുദ്ധവുമായ കാര്യങ്ങൾ ചിന്തിക്കുവാനും ഉപദേശിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ചില വിഷയങ്ങൾ വരുമ്പോൾ, ചില ഭാരങ്ങൾ വരുമ്പോൾ വ്യാകുലപ്പെടാതെ, ചിന്താവിശിഷ്ടരായി മാറുവാനിടവരാതെ, പ്രതികൂലത്തിന്റെ നടുവിലും പ്രാർത്ഥിക്കുവാനിടയായി തീരണം. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും തന്റെ ജീവിതത്തിൽ നിരാശപ്പെട്ട് മാറി നിൽക്കുകയല്ല ചെയ്യുന്ന, കാരാഗ്രഹത്തിന്റെ അകത്തളത്തിലും പ്രതികൂലത്തിന്റെ അകത്തളത്തിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മറ്റൊരു വാക്യത്തിൽ പറയുന്നത്, അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിന്റെ അകത്തളത്തിൽ ബന്ധിക്കപ്പെട്ടവരായി കിടക്കുമ്പോഴും അവർ മൗനമായിട്ടല്ല ഇരുന്നത്, അവർ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രതികൂലം അനുഭവിക്കുമ്പോഴും പാടി സ്തുതിക്കാൻ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ മനസ്സുണ്ടോ, സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുവാനിടയായി തീരും. പ്രതികൂലം എന്തുമായിക്കോട്ടെ, അപ്പോസ്തലനായ പൗലോസും ശീലാസും അനുഭവിച്ചതുപോലുള്ള പ്രതികൂലമൊന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല. കടന്നു വന്ന്
അവസരങ്ങളൊന്നും കാണില്ല. നിസാരമായിരിക്കുന്ന ചില പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ നാം വ്യാകുല ചിന്തകളാൽ മാറി നിൽക്കുമ്പോൾ പൗലോസ് നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ അനുഭവിച്ച കഷ്ടതകളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവർ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ, പാടി സ്തുതിക്കുകയാ. പാടി സ്തുതിച്ചതിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടായത്? കാരാഗ്രഹത്തിന്റെ വാതിലുകളെ തുറക്കുവാനിടയായി തീർന്നു. ചങ്ങലകൾ അഴിഞ്ഞു മാറുവാനിടയായി തീർന്നു. പ്രതികൂലത്തിന്റെ ചങ്ങലകൾ അഴിയപ്പെടുവാനിടയായി തീർന്നു. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുവാനിടയായി തീർന്നു. പടയാളികൾ അവർ മാറി നിൽക്കത്തക്ക നിലയിൽ ദൈവാത്മാവിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ദൂത് വിളിച്ചു പറയാം, നിരാശപ്പെടുന്ന ദൈവജനമേ, ഭാരം അനുഭവിക്കുന്ന പ്രിയമുള്ളവര്, സമാധാനം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പ്രിയമുള്ളവര്, ഇന്ന് രാത്രികാല ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ദൈവാത്മാവ് സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ അയക്കുവാനിടയായി തീരും. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11:1 വാക്യം, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെയും അനുകരിക്കുവേൻ. ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത്, പൗലോസ് പറയുക, കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും ഞാൻ കാരാഗ്രഹ പ്രമാണിയെ ഭയപ്പെട്ടിരിക്കുകയല്ല, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുകയാണ്. പൗലോസ് പറയുക, ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ, ഞാൻ ഈ കഷ്ടതകൾ അനുഭവിക്കുന്നത് പോലെ നിങ്ങൾ കഷ്ടതകളുടെ നടുവിലും എന്നെ അനുകരിച്ച് ക്രിസ്തുവിൽ ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകണം. ക്രിസ്തുവിൽ ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ സമാധാനത്തിന് സർവശക്തനായ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കുവാനിടയായിത്തീരും. ആശ്വാസത്തെ പകരുന്ന ദൈവത്തിന്റെ ആത്മാവ്, സമാധാനം നൽകി തരുന്ന ദൈവത്തിന്റെ ആത്മാവ്, സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന് പ്രത്യാശയിൽ നിലനിർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ പ്രത്യാശയിൽ നിലനിർത്തുന്ന കർത്താവിന്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം പ്രതികൂലം അനുഭവിക്കുമ്പോഴും വേദനകൾ അനുഭവിക്കുമ്പോഴും നിരാശപ്പെട്ടു പോകാതെ സമാധാനത്തിന്റെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ സർവശക്തനായ ദൈവം നമ്മെ പരിപാലിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ ചിന്തകളാൽ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.